നിസ്കാരം നിർവഹിക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. ഇതൊക്കെ അല്ലാഹു തആല പറഞ്ഞതനുസരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളാകുന്നത്. അതോടുകൂടെ മുസ്ലിങ്ങളാകാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞതാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുക. അതല്ലേ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ പുന്നാര മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആ മഹത്തായ കർമ്മം നിർവഹിച്ചപ്പോ വിശുദ്ധ ഖുർആൻ അവിടെ അടിവരയിട്ട് പറഞ്ഞതെന്താണ്? ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽജബീൻ. അവർ രണ്ടുപേരും മുസ്ലിം ആയിട്ടുണ്ട്, അഥവാ അള്ളാഹനെ അനുസരിച്ചിട്ടുണ്ട്, അള്ളാഹ് പറഞ്ഞത് അതേപടി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി നിങ്ങളും മാറണമെങ്കിൽ അള്ളാഹു കൽപ്പിച്ചതായ, അവിടുന്ന് നിർദ്ദേശിച്ചതായ ആ മഹത്തായ കർമ്മം നിങ്ങൾ നിറവേറ്റണമെന്നാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് വ്യക്തമായ തെളിവാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്ന് ഹജ്ജത്തുൽ വദാഇലേക്ക് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോ 100 ഒട്ടകങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത്. എത്ര? 100 ഒട്ടകം. 100 ഒട്ടകമായിട്ട് റസൂൽ കടന്നു വന്ന് അവിടുന്ന് 63 ഒട്ടകങ്ങൾ അറുക്കുകയാണ്. റസൂലിന്റെ വയസ്സ് എത്ര? 63. ആ വയസ്സ് കണക്കാക്കിയിട്ട് 63 ഒട്ടകങ്ങളെ അവിടുന്ന് ബലിയർപ്പിക്കുകയാണ് ഹജ്ജത്തുൽ വദാഇന്റെ ദിവസത്തിൽ. നമ്മൾ നോക്കണം, ആരാണ് അറുക്കുന്നത്? ലോകത്തിന്റെ നേതാവ് ശഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി. ارتكبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي الصلاة على النبي الشافع الأبطحي والحبيب ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ 100 ഒട്ടകങ്ങളെ കൊണ്ടുവന്ന് 63 ഒട്ടകങ്ങൾ അറുത്തു എന്ന് മാത്രമല്ല, അവിടുന്ന് വസിയത്ത് ചെയ്ത് നിർദ്ദേശിക്കുകയും കൂടി ചെയ്തു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു